ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ എപ്പിസോഡായിട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലെടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളെ കയ്യിൽ ഈ ഓഫാൻഡിൽ നിൽക്കുന്നത് എന്താ വെച്ചാൽ തോട്ടമാണ് ഗായ്സ്. നമ്മൾ തോട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു സാധനം വെച്ചിരിക്കുന്നു. ഇത് രണ്ടും കൊണ്ട് മായിച്ചോളൂ ഗായ്സ്. ഇത് രണ്ടും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണില്ല ഗായ്സ്, എനിക്ക് വേണ്ട. അതിൻ്റെ പകരം നമുക്ക് ഇത് വേണ്ട, ഇതവിടെ നോട്ടെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാ, നമ്മള് കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് ചെയ്യണം. വേഗം ചെയ്യണം. നമ്മളെ മറ്റേ സ്ഥലത്ത് പോകട്ടെ. എന്തായൊക്കെ ഗൈസ്, കുറെ ദിവസമായി പോയിട്ട്. കുറച്ചായിട്ടൊന്നുമില്ല, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ല. ഇവിടെ നാല് നാല് ഷോപ്പുകളുണ്ട്. ഒന്ന് ഹോസ്പിറ്റല്, ഒന്ന് സ്കൂള്, ഒന്ന് ടൂൾസിന്റെ ഷോപ്പ്, ഒന്ന് ഇത്. ഇനി നേരെ കഴിച്ച് നമുക്ക് പോവാം. ഇനി നമുക്ക് നേരെ പോയിട്ട് ഒരു പരിപാടിയാണ്. നമ്മൾ കുറെ ദിവസമായി ജയിലിക്കോ. നമ്മളൊന്ന് അങ്ങോട്ട് പോയൊക്കെ നമുക്കൊന്ന് വേഗം പോയിട്ട് അവിടെ എന്താ സംഭവിക്കണം പോയത്. എവിടെയാണ് ആ സ്ഥലം? അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏരിയ ചെക്കപ്പ് ഉണ്ടല്ലേ. സ്പൈഡർമോൻ ഇവിടെ രണ്ടാം തല്ലൂടുക. ഇവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഞാൻ കാണുക പിന്നെ വല്ലാതെ ശല്യം പൊടുത്തരി ഞാൻ കാണുന്നു. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ പോവാം. എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്തായാലും വർക്കാണില്ല ഗൈസ്. ആ പ്ലാൻ ചെയ്യാൻ പോയി, പക്ഷെ എനിക്കൊരു ചെയ്യാൻ മൂടില്ല. ഈ വീട് എന്തോ മാതിരി. ഈ വീടില്ല ഗൈസ്, ഈ വീട് പൊളിച്ചു മാറ്റിയിട്ട് എൻ്റെ ഒരു വേറൊരു പ്ലാൻ ഉണ്ട് ഗൈസ്. അത് ചെയ്യാൻ വിചാരിച്ചു. അത് ചെയ്യാൻ ഇനി പറ്റൂല ഗൈസ്, തോന്നില്ലല്ലോ. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ ഇനി ഇവിടെ നമ്മൾ അന്ന് ഇതാക്കും. ഒന്ന് നല്ല വളരുണ്ട്. നല്ല തോട്ടം കിട്ടിയ ഇനി ഗൈസ്, നമ്മളെ പരിപാടി എന്താ വെച്ചാ, നമുക്ക് നമ്മൾ കുത്തിയപ്പോൾ സ്ലൈം ആയിരുന്നു. ഇപ്പൊ കുറച്ച് സ്ലൈം ആകാം. കുത്തല്ലേ അറിയാതെ കിട്ടിയ. നമുക്ക് നേരെ പോയിട്ട് കുറച്ച് എമറാൾഡ് കൊണ്ടിരിക്കാം. നമുക്ക് ഇനി മൺപെട്ടിയിൽ വെക്കണം. നിങ്ങൾക്ക് നേരെ പോയിക്കാം. മടിയ ഗൈസ്, ഞാൻ ഏതായാലും സ്ലൈം ഫാം കഷ്ടപ്പെട്ടെന്ന് സ്റ്റോക്ക് വെക്കണില്ലേ? എന്തല്ലേ കേൾക്കാലോ. ഞാൻ ഉറങ്ങിയിട്ട് കാണാം ഗൈസ്. നമ്മൾ പ്ലാൻ എന്താ വെച്ചാ ഗൈസ്, ഈ വീടില്ലേ എനിക്ക് പറഞ്ഞ പിന്നെയും പണിയാൻ പോകും ഗൈസ്. ഈ വീട് ഇതൊക്കെ അടുത്ത് പൊളിച്ചു മാറ്റിയിട്ട് നമ്മൾ ഈ വീടൊന്ന് പണിയാൻ ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മളൊന്ന് അറിയിക്കാൻ വന്നത്. ഇങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, അതാണ് ഞാൻ ആ ചോദ്യത്തില്. പക്ഷെ ഈ വീട് പൊളിച്ചറിയാം. അപ്പൊ ഞാൻ അടുത്തിട്ട് പറയാം. നമുക്കറിയാം, ഈ വീട് ഇന്ന് പ്ലാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ചിലപ്പോ ഞാൻ നാളേക്കാവും ഇപ്പൊ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിങ്ങനെ ഓൾഡ് ബേസ് റിപ്പയർ ആൻഡ് പോളിഷിങ്. എന്താ വെച്ചാൽ ഗൈസ്, നമുക്ക് കുറച്ച് പോളിഷിംഗ് ഒക്കെ ഉണ്ട്. അതിന് കുറെ
റോസ് വുഡൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് പണിയാണ്. അതിന് അറ്റടി കൊപ്പിക്കാം. നമ്മള് കുറച്ച് വുഡൊക്കെ വെക്കണം. പിന്നെ അത് മാത്രല്ല എനിക്ക് ഈ വീട് പൊട്ടിച്ച് കളിയും വേണം. അതാണ് ഏറ്റവും വലിയ പണി. ഈ വീട് കഴിച്ചിട്ട് എന്താക്കിന്റെ മുക്കും. അപ്പൊ ആണെങ്കിൽ പോയി കുപ്പായം എന്താ ചെയ്യോ? അതായത് ഉണ്ടാക്കാനും പിന്നെ ഏതായാലും നമുക്ക് മൊത്തം എങ്ങനെയാണ് ഇനി ഇങ്ങോട്ട് ആക്കുന്നു. അപ്പൊ ഞാൻ ഏതായാലും ഒന്ന് അങ്ങോട്ട് ആക്കട്ടെ. ഏതായാലും ഇതിന്റെ ഉള്ളൊന്ന് കലയാക്കിയിട്ട് കാണാം ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മട്ട് കണ്ടില്ല ഇപ്പൊ അങ്ങനെയാണ് അവസ്ഥ. ആദ്യം അപ്പൊ ഗൈസ് നമ്മളെ ഏതായാലും എപ്പിസോഡ് വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ അടുത്ത എപ്പിസോഡ് ഗൈസ് ഇവിടെ ഒന്ന് ചിലപ്പോ പണിയായിരിക്കും. വീടുണ്ടാക്കി വെച്ചു.